അങ്ങനെ വൻ വിശദീകരണവുമായി പേളിമാണി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പേളിമാണി നീറ്റ് വിവാദം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണല്ലോ. അതായത് നീറ്റുമായി ബന്ധപ്പെട്ട് സമരത്തിന് പോയ കുട്ടികളോട് വീട്ടിൽ സുരക്ഷിതരായിരിക്കൂ എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഒരു 7-8 പേജ് വരുന്ന പോസ്റ്റും ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരുന്നു. പക്ഷെ അത് കാരണം പേളിമാണിക്ക് ഏകദേശം 4 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് നഷ്ടമായത്. ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് കേട്ടിട്ട് എനിക്ക് ക്ലാരിഫിക്കേഷൻ എന്ന് പറയാൻ തോന്നുന്നില്ല, ഒരുതരം മെഴുകൽ എന്ന് തന്നെ പറയണം. എന്തായാലും നമുക്ക് ആ പേളിമാണിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ പോസ്റ്റ് ഇടുന്നതിന് കുറച്ചു ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു, എന്തെങ്കിലും പേളി പറയണം എന്ന് പറഞ്ഞിട്ട്. എന്തെങ്കിലും പറയണമെന്ന് ഉദ്ദേശിച്ച പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഡൽഹിയിൽ നടന്ന പ്രൊട്ടസ്റ്റിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും സെലിബ്രിറ്റീസ് ഉൾപ്പെടെ പങ്കെടുത്ത് വിജയിപ്പിച്ചതാണ്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? സമരമൊക്കെ മതിയാക്കി വീട്ടിൽ പോകൂ, സേഫ് ആയിരിക്കൂ എന്നല്ലേ? അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും അൺഫോളോ ചെയ്തു പോകാനും നിങ്ങളെ എതിർക്കാനും കാരണം. കുറെ DM-ലൊക്കെ കുറെ മെസ്സേജ് വന്നിരുന്നു. സോ ഐ ടുക്ക് മൈ ടൈം. ഞാൻ കുറെ റീൽസും, നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽസുമാണ്, ഇൻസ്റ്റഗ്രാമിലെ റീൽസുകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് ശരിയാണ്, കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. നമുക്ക് പണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചത് എങ്ങനെയാണ്? ഈ ഫ്രീഡം ഫൈറ്റേഴ്സ് നേടിയെടുത്ത കഷ്ടപ്പാടിന്റെ ഫലമല്ലേ? അവരന്ന് ചിന്തിക്കുകയാണ്, യുദ്ധമൊന്നും വേണ്ട, നമുക്ക് ശാന്തിയും സമാധാനവുമായിട്ട് അവരുടെ അടിമകളെ പോലെ കഴിയാമെന്ന് ചിന്തിച്ചെങ്കിൽ ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഞാനും നിങ്ങളും ഇവിടെ കാണില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാ. കുറെ കാര്യങ്ങളിൽ നിന്നും ഞാൻ എന്റെ രീതിയിൽ ഞാനൊരു കാര്യം എഴുതി, എന്റെ ഒരു നോട്ട് പാഡിൽ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്ത സാധനം ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഐ വോണ്ട് ടു റീഡ് ഇറ്റ്. കേട്ടില്ലേ? പേടിച്ചേച്ചി ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് സമരമൊക്കെ മതിയാക്കി വീട്ടിലിരിക്കൂ എന്നാണ്. ഇത് കേട്ടപ്പോ എവിടെ ഒരു അമ്മ മനസ്സ് കൊളുത്തിയതുപോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ സമരം തന്നെ ചെയ്യണം. അവിടെ സെന്റിമെന്റ്സിനും ഇമോഷനും പ്രശസ്തിയില്ല. കാരണം നീറ്റ് പോലത്തെ എക്സാമുകൾക്ക് നിങ്ങൾക്ക് അറിയാലോ, രാപ്പകൽ ഉറക്കമൊഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ വീഴ്ചയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പേളി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല ഇത്. അത് ശ്രദ്ധിച്ചെങ്കിൽ ഇത്തരം വിവാദത്തിൽ അത് കത്തില്ലായിരുന്നു. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി കേട്ടു നോക്കാം. മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഇട്ട് കുറച്ചു നേരത്തേക്ക് ആക്ച്വലി എല്ലാം ഓക്കെ ആയിരുന്നു. അതെന്താണ് കാരണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീഡിയോസ് ആദ്യം ഇൻസ്റ്റാഗ്രാം സജസ്റ്റ് ചെയ്യുന്നത് ഇനീഷ്യൽ ഓഡിയൻസിനായിരിക്കും. അതായത് നിങ്ങളുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുകയും കമന്റും ലൈക്കും ചെയ്യുന്നവരായിരിക്കും അതിലേറെ. ഞാൻ ഇതിടുന്ന എനിക്ക് തോന്നുന്നു ഒരു 10 മണി ആ ടൈമിലൊക്കെയാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് തുടക്കത്തില് ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷെ ഭൂരിഭാഗം ആളുകളും കണ്ടത് ചീത്ത വശമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് 4 ലക്ഷത്തോളം ഫോളോവേഴ്സ് നഷ്ടമായത്. നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന്റെ സിറ്റുവേഷനും കൂടി മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ഉദ്ദേശിച്ചത് സേഫ് ആയിട്ടിരിക്കൂ എന്ന് തന്നെയാണ്, നല്ല കാര്യം. പക്ഷെ അത് പറയേണ്ട സന്ദർഭമായിരുന്നില്ല അത്. അതാണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്. മജോറിറ്റി ആൾക്കാരും അതിന്റെ നല്ല വശമാണ് കണ്ട്. പക്ഷെ ഒരു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ അതെന്താണെന്ന് വെച്ചാൽ, കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാം സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ഫോളോ ചെയ്യാത്തവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കാഷ്വൽ ആയിട്ട് കാണുന്നവർക്കായിരിക്കും. അവരുടെ ഒപ്പീനിയൻ ആണ് റിയൽ. കാരണം ഇനീഷ്യൽ ഓഡിയൻസ് നിങ്ങൾ എന്തിട്ടാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ നല്ലത് പറഞ്ഞാൽ അത് ശരിയെന്ന് പറയും, ചീത്തത് പറഞ്ഞാൽ അത് ശരിയെന്ന് പറയും. കാരണം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനും അവർ ഇഷ്ടപ്പെടും. അതിന്റെ നല്ല വശവും ചീത്ത വശവും അവർ ചിലപ്പോൾ ചിന്തിക്കണം എന്നില്ല. വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കമന്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാൻ അത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നതിന്റെ കൂടെയാണ് ഞാൻ അത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല, ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ എടുത്തത്. കേട്ടില്ലേ? പേളിമാണി അങ്ങോട്ട് ന്യായീകരിച്ച് പാടുപെടുകയാണ്. അവർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേ മതിയാകൂ. കാരണം നിങ്ങൾക്കറിയാലോ, ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഫോളോവേഴ്സ് നഷ്ടപ്പെട്ടു. ഇങ്ങനെ പോയാൽ ഭാവിയിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ അത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ പ്രൊമോഷൻ, മുന്നോട്ടിടുന്ന വീഡിയോസ്, വരുമാനം എല്ലാം നിലയ്ക്കും. അങ്ങനെ വന്നാൽ അവർക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അത് ഞാൻ കൂടുതലായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.